ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച അദ്വൈത അനുഭൂതി എന്ന പ്രകരണ ഗ്രന്ഥത്തിന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ഗുണവൃത്തിത്രയം പല ഭ്രമത്രയങ്ങളെയും ഉണ്ടാക്കുന്നുണ്ട്. ഭ്രമങ്ങളായതുകൊണ്ട് തന്നെ അവയൊന്നും ഞാനല്ല. എല്ലാ ഭ്രമങ്ങൾക്കും അധിഷ്ഠാനമായ പൂർണ്ണ ബ്രഹ്മമാണ് ഞാൻ. 81 ശ്ലോകം. ദേഹത്രയമിദം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത് തദേവാഹം പരം ബ്രഹ്മ ദേഹത്രയ വിലക്ഷണഃ. ഇതം ദേഹത്രയം, കാരണദേഹം, സൂക്ഷ്മദേഹം, സ്ഥൂലദേഹം എന്നീ 3 ദേഹങ്ങളും യസ്മിൻ ബ്രഹ്മണി ഏതൊരു ബ്രഹ്മത്തിലാണോ സത്യവത് ഉള്ള പോലെ ഭാതി പ്രകാശിക്കുന്നത്, ദേഹത്രയ വിലക്ഷണഃ അഹം ഈ 3 ദേഹങ്ങളിൽ നിന്നും ഭിന്നനായ ഞാൻ, തത്പരം ബ്രഹ്മയേവ ആ പരമകാരണമായ ബ്രഹ്മം തന്നെയാണ്. കാരണദേഹം, സൂക്ഷ്മദേഹം, സ്ഥൂലദേഹം എന്നീ 3 ദേഹങ്ങളും ഏതൊരു ബ്രഹ്മത്തിലാണോ ഉള്ള പോലെ പ്രകാശിക്കുന്നത്, ഈ 3 ദേഹങ്ങളിൽ നിന്നും ഭിന്നനായ ഞാൻ ആ പരമകാരണമായ ബ്രഹ്മം തന്നെയാണ്. തദേവാഹം പരം ബ്രഹ്മ ഞാൻ പരമകാരണമായ ആ ബ്രഹ്മം തന്നെ. എന്തുകൊണ്ട്? ബ്രഹ്മം അഖണ്ഡ ബോധമാണ്, ഞാനും ബോധമാണ്. അതുകൊണ്ട് ഞാനുണ്ട് എന്ന് സദാ ഉണ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ജഡദേഹമല്ലെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ട് 3 ദേഹങ്ങളും ഞാനല്ല. ഉറക്കത്തിലെ ഇരുണ്ട മറയാണ് കാരണദേഹം, അന്തഃകരണമാണ് സൂക്ഷ്മദേഹം, മാംസാസ്ഥിമയമായ ദേഹമാണ് സ്ഥൂലദേഹം. ഇവ 3ഉം ജഡങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിൽ ആരോപിക്കപ്പെടുന്ന മായാഭ്രമങ്ങളാണിവ. ഇവ എവിടെ നിന്നുണ്ടാകുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ എന്തിനുണ്ടാകുന്നുവെന്നോ ശാസ്ത്രീയമായി കണ്ടെത്താൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇവയെല്ലാം ബ്രഹ്മത്തിലെ അനിർവചനീയങ്ങളായ ഭ്രമകാര്യങ്ങളാണ്. ഞാനാകട്ടെ ബോധരൂപനായതുകൊണ്ട് സാക്ഷാത് പൂർണ്ണ ബ്രഹ്മം തന്നെയാണ്. ദേഹങ്ങൾ ഞാനല്ലാത്തതുകൊണ്ട് തന്നെ ദേഹങ്ങൾ ഉണ്ടാക്കിത്തീർക്കുന്ന അനുഭവാവസ്ഥകളും ഒന്നും ഞാനല്ല. ദേഹങ്ങൾ ഞാനല്ലാത്തതുകൊണ്ട് തന്നെ ദേഹങ്ങൾ ഉണ്ടാക്കിത്തീർക്കുന്ന അനുഭവാവസ്ഥകളൊന്നും ഞാനല്ല. 82 ശ്ലോകം. ജാഗ്രദാദിത്രയം യസ്മിൻ പ്രത്യഗാത്മനി സത്യവത് സ ഏവാഹം പരം ബ്രഹ്മ ജാഗ്രദാദി വിലക്ഷണഃ. ജാഗ്രദാദിത്രയം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥാത്രയം യസ്മിൻ പ്രത്യഗാത്മനി ഉള്ളിൽ ബോധസ്വരൂപനായി വർത്തിക്കുന്ന ഏതൊരാത്മാവിൽ സത്യവത് ഉള്ള പോലെ അനുഭവപ്പെടുന്നുവോ, ജാഗ്രദാദി വിലക്ഷണഃ ജാഗ്രത് തുടങ്ങിയ അവസ്ഥകളിൽ നിന്നൊക്കെ ഭിന്നനായ സഹ അഹം ആ ബോധരൂപനായ ഞാൻ, പരംബ്രഹ്മയേവ പരമകാരണമായ ആ പരമാത്മാവ് തന്നെയാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥാത്രയം ഉള്ളിൽ ബോധസ്വരൂപനായി വർത്തിക്കുന്ന ഏതൊരാത്മാവിൽ ഉള്ള പോലെ അനുഭവപ്പെടുന്നുവോ, ജാഗ്രത് തുടങ്ങിയ അവസ്ഥകളിൽ നിന്നൊക്കെ ഭിന്നനായ ആ ബോധരൂപനായ ഞാൻ പരമകാരണമായ ആ പരമാത്മാവ് തന്നെയാണ്. സ ഏവാഹം പരം ബ്രഹ്മ ആ ഞാൻ പരമാത്മാവ് തന്നെ. ഏതു ഞാൻ? എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ എന്നിങ്ങനെ സദാ അനുഭവപ്പെടുന്ന ഞാൻ. ആർക്കും ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നേരിട്ടു തന്നെ ഞാൻ അനുഭവപ്പെടുന്നുവല്ലോ. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി കണ്ടെത്താവുന്ന ആത്മാവാണ് പ്രത്യഗാത്മാവ്. ആ ഞാൻ ബോധരൂപനാണ്. എന്തുകൊണ്ട്? ഞാനുണ്ട് എന്നിങ്ങനെ എപ്പോഴും ഉണ്മ സ്വയം അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ട്. എന്നിൽ അനുഭവപ്പെടുന്ന മായാകാര്യങ്ങളാണ് അവസ്ഥാത്രയം. എന്തുകൊണ്ട്? എന്നിലവ മാറി മാറി വരുന്നു. മായാകാര്യങ്ങളായ ദേഹങ്ങൾ ഉണ്ടാക്കുന്നവയാണ് അവസ്ഥാത്രയം. കാരണദേഹം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി അഥവാ ഉറക്കം. സൂക്ഷ്മദേഹം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സ്വപ്നം. സ്ഥൂലദേഹം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ജാഗ്രത്. ദേഹാനുഭവങ്ങളായതുകൊണ്ടും ഇവ മായാകാര്യങ്ങളാണ്. മായാകാര്യങ്ങളൊക്കെ ജഡമായതുകൊണ്ട് ഞാൻ അവയിൽ നിന്നൊക്കെ ഭിന്നനാണ്. ഈ അവസ്ഥകൾ വിട്ടുമാറിയാൽ എൻ്റെ ബ്രഹ്മരൂപം തെളിയുകയും ചെയ്യും.
അതുകൊണ്ട് ഞാൻ പൂർണ്ണ ബ്രഹ്മമാണ്. ദേഹങ്ങളും അവസ്ഥകളും മായാകാര്യങ്ങളായവയായതുകൊണ്ട് തന്നെ അവയിൽ അഭിമാനം കൊള്ളുന്ന ആത്മസ്ഥിതികളും ശുദ്ധനായ ഞാൻ അല്ല തന്നെ. വിശ്വാദികത്രയം യസ്മിൻ പരമാത്മനി സത്യവത് സ ഏവ പരമാത്മാഹം വിശ്വാദിക വിലക്ഷണഃ. 83-ാം ശ്ലോകം. വിശ്വാദികത്രയം, വിശ്വൻ, തൈജസൻ, പ്രജ്ഞൻ എന്നീ 3 ബോധാനുഭവങ്ങളും യസ്മിൻ പരമാത്മനി പരമകാരണമായ ഏതൊരഖണ്ഡ ബോധത്തിൽ സത്യവത് ഉള്ള പോലെ തോന്നുന്നുവോ, വിശ്വാദിക വിലക്ഷണഃ വിശ്വൻ തുടങ്ങിയവരിൽ നിന്നും ഭിന്നനായ അഹം ശുദ്ധബോധസ്വരൂപനായ ഞാൻ, സഹ പരമാത്മായേവ ആ പരമാത്മാവ് തന്നെയാണ്. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നീ 3 ബോധാനുഭവങ്ങളും പരമകാരണമായ ഏതൊരഖണ്ഡ ബോധത്തിൽ ഉള്ള പോലെ തോന്നുന്നുവോ, വിശ്വൻ തുടങ്ങിയവരിൽ നിന്നും ഭിന്നനായ ഞാൻ ആ പരമാത്മാവ് തന്നെയാണ്. സ ഏവ പരമാത്മാഹം ഞാൻ ആ പൂർണ്ണ പരമാത്മാവാണ്, അല്ലാതെ വിശ്വനോ തൈജസനോ പ്രാജ്ഞനോ അല്ല. എന്തുകൊണ്ട്? ഞാൻ ശുദ്ധബോധസ്വരൂപനായതുകൊണ്ട്. വിശ്വതൈജസ പ്രാജ്ഞന്മാരാകട്ടെ പ്രത്യേക ദേഹങ്ങളിൽ അഭിമാനം കൊള്ളുന്ന മായാസന്താനങ്ങളാണ്. വ്യഷ്ടിയുടെ അഥവാ വ്യക്തിയുടെ സ്ഥൂലദേഹത്തിൽ അഭിമാനിച്ച് ജാഗ്രതാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ബോധമാണ് വിശ്വൻ. സൂക്ഷ്മദേഹത്തിൽ അഭിമാനിച്ച് സ്വപ്നാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ബോധമാണ് തൈജസൻ. കാരണശരീരത്തിൽ അഭിമാനിച്ച് സുഷുപ്ത്യവസ്ഥയിൽ എത്തി നിൽക്കുന്ന ബോധമാണ് പ്രാജ്ഞൻ. ദേഹങ്ങളും അവസ്ഥകളും മായാകാര്യങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. മായാകാര്യങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരായതുകൊണ്ട് വിശ്വതൈജസ പ്രാജ്ഞന്മാർ മായാസന്താനങ്ങളാണ്. മായാകാര്യങ്ങൾ വിട്ടുമാറിയാൽ പിന്നെ സർവത്ര പരിപൂർണനായ പരമാത്മാവ് മാത്രമേ ശേഷിക്കൂ. ഞാൻ ആ പരമാത്മാവ് തന്നെയാണ്. മുൻ വിവരിച്ച കാരണങ്ങളാൽ തന്നെ സമഷ്ടിദേഹങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിരാട് പുരുഷൻ തുടങ്ങിയവരും ഞാനല്ല തന്നെ. 84-ാം ശ്ലോകം. വിരാടാദിത്രയം ഭാതി യസ്മിൻ സാക്ഷിണി സത്യവത് സ ഏവ സച്ചിദാനന്ദലക്ഷണോഹം സ്വയം പ്രഭഃ. വിരാടാദിത്രയം, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്നീ 3 ബോധാനുഭവങ്ങളും യസ്മിൻ സാക്ഷിണി ഒരു പറ്റലും കൂടാതെ സാക്ഷിരൂപത്തിൽ അവയെ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന ഏതൊരു ബ്രഹ്മത്തിലാണോ സത്യവത് ഭാതി ഉള്ള പോലെ പ്രകാശിക്കുന്നത്, അഹം ഞാൻ, സ്വയം പ്രഭഃ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന സഹ സച്ചിദാനന്ദ ലക്ഷണ ആ സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ്. വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്നീ 3 ബോധാനുഭവങ്ങളും ഒരു പറ്റലും കൂടാതെ സാക്ഷിരൂപത്തിൽ അവയെ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന ഏതൊരു ബ്രഹ്മത്തിലാണോ ഉള്ള പോലെ പ്രകാശിക്കുന്നത്, ഞാൻ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ്. സച്ചിദാനന്ദ ലക്ഷണോഹം, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായ ബ്രഹ്മം തന്നെയാണ്. ഉണ്മയാണ് സത്ത്. ഉണ്മ എവിടെയും അനുഭവസ്വരൂപമായതുകൊണ്ട് അത് ചിത്താണ്, അതായത് ബോധമാണ്. ശുദ്ധബോധം എവിടെയും ആനന്ദസ്വരൂപമായതുകൊണ്ട് അത് ആനന്ദമാണ്. ഇങ്ങനെ സച്ചിദാനന്ദ സ്വരൂപമാണ് ബ്രഹ്മം. ഈ പൂർണ്ണ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന മായാസന്താനങ്ങളാണ് വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്നിവർ. പൂർണ്ണ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന മായാസന്താനങ്ങളാണ് വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്നിവർ. വ്യക്തികൾക്ക് വ്യഷ്ടിദേഹങ്ങൾ എന്ന പോലെ ജഗത്തിനാകെക്കൂടി സമഷ്ടിദേഹങ്ങളുമുണ്ട്. സ്ഥൂല സമഷ്ടിദേഹത്തിൽ അഭിമാനം കൊള്ളുന്ന ജാഗ്രതവസ്ഥയിൽ വർത്തിക്കുന്ന ബോധാനുഭവമാണ് വിരാട് പുരുഷൻ. വിവിധ രൂപത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ധരിച്ചു നിൽക്കുന്നവൻ എന്നാണ് വിരാട് പുരുഷ പദത്തിനർത്ഥം. വിവിധ രൂപത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ധരിച്ചു നിൽക്കുന്നവൻ എന്നാണ് വിരാട് പുരുഷ പദത്തിനർത്ഥം. സമഷ്ടി സൂക്ഷ്മദേഹത്തിൽ അഭിമാനം കൊണ്ട് സ്വപ്നത്തിലെന്ന പോലെ വർത്തിക്കുന്ന ബോധാനുഭവമാണ് ഹിരണ്യഗർഭൻ. പ്രപഞ്ചത്തിൽ മുഴുവൻ സൂക്ഷ്മരൂപം ധരിച്ച തേജോമയനായി വർത്തിക്കുന്നത് കൊണ്ടാണ് ഹിരണ്യഗർഭൻ എന്ന പേരുണ്ടായത്. ഉള്ളിൽ സ്വർണ്ണപ്രഭ നിറഞ്ഞു നിൽക്കുന്നവൻ എന്നാണ് ശബ്ദ താൽപ്പര്യം. സമഷ്ടി കാരണദേഹത്തിൽ അഭിമാനിച്ച് സുഷുപ്തി തുല്യമായ അവ്യക്താവസ്ഥയിൽ എത്തി നിൽക്കുന്ന ബോധാനുഭവമാണ് ഈശ്വരൻ.
ദേഹങ്ങളും ദേഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരൊക്കെ മായാസന്താനങ്ങളാണെന്ന് സ്പഷ്ടം. വൈവിധ്യങ്ങളൊക്കെ അദ്വൈത ബ്രഹ്മത്തിലെ മായാകാര്യങ്ങൾ മാത്രം. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ഒന്നു മാത്രമേ ആകാൻ പറ്റൂ. അതാണ് അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മം. പിന്നെ എന്തൊക്കെ നാനാത്വം കാണുന്നുണ്ടോ അതൊക്കെ മായാഭ്രമങ്ങൾ. മായാഭ്രമങ്ങളെക്കുറിച്ചുള്ള എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരാദി വിവരണങ്ങളും സത്യമെന്ന രീതിയിലല്ല വേദാന്തശാസ്ത്രം വിവരിക്കുന്നത്. അദ്വൈത സത്യം ഉറപ്പിക്കാനുള്ള ഉപായങ്ങളെന്ന നിലയിൽ മാത്രം. സൃഷ്ടിസ്ഥിതി സംഹാര വിവരണങ്ങൾക്കൊന്നും അന്തിമമായി യുക്തിയില്ല. യുക്തിചിന്തയിലൂടെ ഒരു ചിന്തകനും അവയുടെ പൊരുൾ കണ്ടെത്താനും സാധ്യമല്ല. അദ്വൈതം മാത്രം ശ്രുതി യുക്തി അനുഭവങ്ങളിൽ കൂടി തെളിയുന്ന സത്യമാണ്. ആർക്കും എന്നും അതാ മാർഗങ്ങളിൽ കൂടി പരീക്ഷിച്ചുറപ്പിക്കാവുന്നതാണ്. ആ രീതിയിലെല്ലാം അദ്വൈത സത്യത്തെ ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു ദിവ്യഗ്രന്ഥമാണ് അദ്വൈത അനുഭൂതി. അത് രചിച്ചു തന്ന ആചാര്യപാദരുടെ തൃച്ചേവടികളിൽ നമുക്ക് വീണ്ടും വീണ്ടും പ്രണാമമർപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി ഓം.